സുജയ പാർവതി ഇപ്പോൾ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ച പോയിന്റ് വളരെ വളരെ പ്രധാനമാണ് എന്ന് നമ്മുടെ കൂടെ ഈ സഹപാനലിസ്റ്റിലുള്ള എല്ലാവർക്കും അത് ബോധ്യമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഈ ചർച്ചയുടെ ഭാഗം ആയിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഫിനാൻസിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് KM എബ്രഹാം വളരെ നിർണായകമായൊരു റിപ്പോർട്ട് ഈ കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് നൽകുന്നത്. അതാണ് ഇവിടെ സുജയ പാർവതി ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടുന്ന റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം. അന്ന് മുഖ്യമന്ത്രി ഞെട്ടിപ്പോയി ഉമ്മൻചാണ്ടി. കാരണം ഹൈക്കോടതി ഇങ്ങനെ ഒരു റിപ്പോർട്ട് KM എബ്രഹാമിനോട് നൽകാൻ ആവശ്യപ്പെടുന്നു. എബ്രഹാം മുഖ്യമന്ത്രിയുടെ അധികാരത്തെയും മറികടന്നുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു ഹൈക്കോടതിക്ക്. മുഖ്യമന്ത്രിയുടെ അധികാരത്തെ മറികടക്കുന്നു വെച്ചാൽ അത്രയും സ്വതന്ത്രമായി, അത്രയും നിർഭയമായി KM എബ്രഹാം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഹൈക്കോടതി ഈ വിഷയത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത്. KM എബ്രഹാം നമുക്കറിയാവുന്നതാണ്, ഇതുപോലെ തന്നെ സെബിയുടെ അംഗമായിരുന്നയാളാണ്. ആ ഘട്ടത്തിലാണ് സഹാറയുടെ അധിപൻ ജയിലിൽ കിടന്നത്. അന്ന് ആ സഹാറയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ തിരിമറികൾ നടന്നു എന്നതിൻ്റെ വിശദമായ റിപ്പോർട്ട് KM എബ്രഹാം സെബി അംഗമെന്ന നിലയിൽ തയ്യാറാക്കുകയുണ്ടായി. അത് സുപ്രീം കോടതിയുടെ അടക്കം പ്രശംസ പിടിച്ചു പറ്റിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ആധാരമാക്കിക്കൊണ്ടാണ് സഹാറയുടെ തലപ്പൊക്കമുള്ള ആളുകൾ എല്ലാവരും അകത്ത് കിടന്നത്. അപ്പോൾ ഈ അനുഭവം ചന്ദ്രശേഖരൻ്റെ മുന്നിലുണ്ട്. അന്ന് TVR ഷേണായെ പോലെ പ്രധാനപ്പെട്ട ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മാതൃഭൂമി പത്രത്തിൽ എല്ലാ വാരത്തിലും ഒരു കോളം എഴുതാറുണ്ട്. അദ്ദേഹം അസാധാരണമായൊരു നീക്കമായി ചൂണ്ടിക്കാട്ടിയ സംഭവമായിരുന്നു ഈ KM എബ്രഹാം ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട്. കാരണം ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഒരു സെക്രട്ടറി ഇത്രയും ഉത്തരവാദിത്വത്തോടെ ഹൈക്കോടതിയാണ് പരമമായ അധികാര കേന്ദ്രം. കാരണം ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീതിന്യായ സംവിധാനം. ആ ജുഡീഷ്യൽ സംവിധാനം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുക എന്ന കാര്യം താൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് KM എബ്രഹാം നടത്തിയ ആ ഇടപെടൽ ഇതിൽ ഏറ്റവും പ്രധാനമായിരുന്നു. അതാണ് CBI അന്വേഷണത്തിലേക്ക് പോയതും. ഒരു കാര്യം കൂടിയുണ്ട് വിജയകുമാർ. ഇപ്പോൾ രാജീവ് സദാനന്ദൻ VS സർക്കാരിൻ്റെ കാലത്ത് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ഒരു വിവാദം വന്നു. അന്ന് മുഖ്യമന്ത്രിയും VS അച്യുതാനന്ദൻ, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിയും രണ്ടുപേരും കത്ത് കൊടുക്കുകയാണ് ഒരു കൊറിയൻ കമ്പനിക്ക് ഈ അതിൻ്റെ ടെൻഡർ കിട്ടിയതുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ. അന്ന് രാജീവ് സദാനന്ദനോട് നിർദ്ദേശിച്ചത് ഈ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും കത്ത് പരിഗണിച്ചുകൊണ്ട് അതിൽ മേൽ ഉത്തരവിറക്കണമെന്നാണ്. രാജീവ് സദാനന്ദൻ അതിന് തയ്യാറായില്ല. അത് ക്യാബിനറ്റിലേക്ക് തന്നെ എത്തി. ക്യാബിനറ്റ് കൂടിയാലോചിച്ച് അതിൽ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അതൊരു തീർപ്പായി വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവിറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നട്ടലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ നമ്മുടെ ഏടുകളിലുണ്ട്. KM എബ്രഹാമിനെ പറ്റി എനിക്ക് മറ്റു ഭിന്നാഭിപ്രായങ്ങളുണ്ട്. നമുക്ക് പലർക്കും പല കാര്യങ്ങളിലും ഭിന്നാഭിപ്രായം ഉണ്ടാകും. ഈ റിപ്പോർട്ടിനെ കുറിച്ച് മാത്രമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ ആ പോസ്റ്റ് എടുത്തു പറഞ്ഞത്. ഫിനാൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഡോക്ടർ KM എബ്രഹാം സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്, അതിൽ ഈ തോട്ടണ്ടി ഇറക്കുമതിയിലും സംഭരണത്തിലും നേരത്തെ ജോഷി കാണിച്ച കാര്യങ്ങൾ, അതിൽ വലിയ രീതിയിലുള്ള ചട്ടലംഘനങ്ങൾ നടത്തിയാണ് ഈ ഖജനാവിന് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയത്. അതൊരു ഔദ്യോഗിക രേഖയായി പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന കാര്യമാണ്. അത് മാധ്യമങ്ങൾ അന്ന് പ്രസിദ്ധീകരിച്ചതാണ്. അപ്പോൾ ഈ കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ടെൻഡറിൽ, അതുപോലെ തോട്ടണ്ടി സംഭരണത്തിൽ, ഇതിലൊക്കെ എങ്ങനെയാണ് ക്രമക്കേട് നടന്നത് എന്നുള്ളത് അതിൽ കൃത്യമായി ലേബൽ ചെയ്തിട്ടുണ്ട് KM എബ്രഹാം. ആ KM എബ്രഹാമിനെ ഈ കഴിഞ്ഞ കാലയളവിനിടയിലും വീണ്ടും വലിച്ചിടുകയാണ് ചന്ദ്രശേഖരൻ. അതായത് ഇതൊരു വിച്ച് ഹണ്ടാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആധാരമായ റിപ്പോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അതായത് ബാക്ക്ലോഗിലേക്ക് തിരിച്ചു പോവുകയാണ്. അല്ലേ വേണുഗോപാലകൃഷ്ണൻ?